പത്തനംതിട്ട അയിരൂർ സ്വദേശിനി കവിതയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീവച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജിൻ റെജി മാത്യു കുറ്റക്കാരനെന്ന് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. സഹപാഠിയായിരുന്ന പെൺകുട്ടി പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് അജിൻ വഴിയിൽ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തുകയായിരുന്നു. വിവരങ്ങളുമായി സുജു ടി ബാബു ചേർന്നു പത്തനംതിട്ടയിൽ നിന്നും. സുജു, അന്ന് ഈ സംഭവം നടന്നപ്പോൾ നമ്മളെ ഏറെ ഞെട്ടിപ്പിച്ചതാണ്, വല്ലാതെ നൊമ്പരപ്പെടുത്തിയതാണ്. ഇപ്പോൾ ആ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും കോടതി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഒടുവിൽ 6 വർഷങ്ങൾക്ക് ശേഷം ഈ മരിച്ച പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടിയിരിക്കുകയാണ്. നീതി കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതി അജിൻ റെജി മാത്യുവിനെതിരെയാണ് ഇപ്പോൾ പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 1 വിധി പറഞ്ഞിരിക്കുന്നത്. കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയാണ്. പിന്നീട് ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ ഹരിശങ്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ കേസിൽ നിർണായകമായത് പെൺകുട്ടിയുടെ മരണമൊഴി തന്നെയായിരുന്നു. ഡോക്ടറോടും നഴ്സിനോടും പോലീസ് ഉദ്യോഗസ്ഥരോടും പെൺകുട്ടി മൊഴി കൊടുത്തിരുന്നു. അജിൻ റെജി തന്നെയാണ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് എന്ന മൊഴി കൊടുത്തിരുന്നു. ഇതാണ് ആ കേസിൽ ഏറ്റവും നിർണായകമായത്. പിന്നീട് CCTV ഫുട്ടേജുകൾ, അതായത് ഈ സംഭവ സ്ഥലത്തുള്ള ദൃശ്യങ്ങൾ അത് പിന്നീട് സയൻറ്റിഫിക് എക്സ്പെർട്സ് പരിശോധിക്കുകയും അത് അജിൻ തന്നെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചു. മാത്രമല്ല പെട്രോൾ പമ്പിൽ കയറി 250 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ATM കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ടാണ് ഈ പെട്രോൾ മേടിച്ചത്. അതിൻ്റെ രേഖകൾ, പമ്പിൽ നിന്നുള്ള മൊഴികൾ, വിശദമായ അന്വേഷണം, ശാസ്ത്രീയമായ അന്വേഷണം, അങ്ങനെ കുറ്റമറ്റ അന്വേഷണം വഴിയാണ് പ്രതിക്ക് കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ഹരിശങ്കർ പറയുന്നത്. എന്തായാലും പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പ്രണയത്തിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് ഇത്തരമൊരു കൊടും ക്രൂരത ഈ പെൺകുട്ടിയോട് ഈ പ്രതി കാട്ടിയത്. അതായത് തിരുവല്ല നഗരത്തിൽ വെച്ച് പട്ടാപ്പകലാണ് ഈ പെട്രോൾ ഒഴിച്ച പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. അന്ന് കേരളം ആകെ ഞെട്ടിയ ഒരു വാർത്ത കൂടിയാണ്. കാരണം പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു അല്ലെങ്കിൽ പ്രണയാഭ്യർത്ഥന നിരസിക്കുമ്പോൾ, പ്രണയത്തിൽ താല്പര്യമില്ല അല്ലെങ്കിൽ അത്തരം ഒരു അഭ്യർത്ഥന നിരസിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് കൊടും ക്രൂരത കാട്ടിയ കുറ്റവാളിയാണ് ഈ അജിൻ റെജി. അജിൻ കുറ്റവാളി എന്ന് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതി നടപ്പാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. മനു. ശരി സുജു, ഓക്കെ.